ശക്തരായ നാം ആരുടെ ബലഹീനതകളെയാണ് ചുമക്കേണ്ടത്? അശക്തരായവരുടെ. ശക്തരായ നാം നമ്മിൽ തന്നെ പ്രസാദിക്കാതെ ആരുടെ നന്മയ്ക്കായിട്ടാണ് പ്രസാദിക്കേണ്ടത്? കൂട്ടുകാരൻ്റെ. ശക്തരായ നാം കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് എന്തിനു വേണ്ടി പ്രസാദിപ്പിക്കണം? ആത്മീയ വർധനയ്ക്കായി. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് പറഞ്ഞിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാണ്? സങ്കീർത്തനം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നിൽ തന്നെ പ്രസാദിക്കാത്തത് ആരാണ്? ക്രിസ്തു. മുന്നെഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾ ഒക്കെയും എന്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നത്? തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് നമുക്ക് ഉപദേശത്തിനായിട്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ എങ്ങനെയാണ് മഹത്വീകരിക്കേണ്ടത്? ഐകമത്യപ്പെട്ട് ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കണം. ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുന്നത് ആരാണ്? ദൈവം. ഏക മനസ്സോടെ ഒരു വായിനാൽ പിതാവായ ദൈവത്തെ മഹത്വീകരിപ്പാൻ ദൈവം നൽകുന്നത് എന്താണ്? സ്ഥിരതയും ആശ്വാസവും. ക്രിസ്തു നമ്മെ കൈക്കൊണ്ടത് ആരുടെ മഹത്വത്തിനാണ്? ദൈവത്തിൻ്റെ. ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മെ കൈക്കൊണ്ടതുപോലെ നാം ചെയ്യേണ്ടത് എന്താണ്? അന്യോന്യം കൈക്കൊള്ളണം. പിതാക്കന്മാർക്കു ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നത് ആരാണ്? ക്രിസ്തു. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നത് എന്ത് നിമിത്തമാണ്? ദൈവത്തിൻ്റെ സത്യം നിമിത്തം. ദൈവത്തിൻ്റെ സത്യനിമിത്തം ക്രിസ്തു എന്തിനാണ് ശുശ്രൂഷക്കാരനായി തീർന്നത്? പരിച്ഛേദനയ്ക്ക്. ക്രിസ്തു പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നത് എന്തിനു വേണ്ടിയാണ്? പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. ജാതികൾ ദൈവത്തെ മഹത്വീകരിക്കേണ്ടത് എന്തു നിമിത്തമാണ്? ദൈവത്തിൻ്റെ കരുണ നിമിത്തം. ദൈവത്തിൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കേണ്ടത് ആരാണ്? ജാതികൾ. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാണ്? 2 ശമൂവേൽ 22:50. ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാണ്? ആവർത്തനം 32:43. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാണ്? സങ്കീർത്തനം 117:1. യിശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് പറഞ്ഞതാരാണ്? യെശയ്യാവ്. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്നതാരാണ്? പ്രത്യാശ നൽകുന്ന ദൈവം. പ്രത്യാശ നൽകുന്ന ദൈവം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി
വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്നത് ഏത് ശക്തിയാലാണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരും ആകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? പൗലോസ് കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന ജാതികളെക്കുറിച്ച്. കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ജാതികളെക്കുറിച്ച് പൗലോസ് പറയുന്നതെന്താണ്? ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരും എന്ന്. ജാതികളിൽ ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷക്കാരനാകേണ്ടതിന് പൗലോസ് അനുഷ്ഠിക്കുന്നതെന്താണ്? ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിക്കുന്നു. ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി പൗലോസ് അനുഷ്ഠിക്കുന്നതെന്തിനാണ്? ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ. ക്രിസ്തുയേശുവിൽ ദൈവസംബന്ധമായി പ്രശംസ ഉണ്ടെന്ന് പറയുന്നതാരാണ്? പൗലോസ്. ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതാരാണ്? ആര് മുഖാന്തരമാണ് പ്രവർത്തിച്ചത്? ക്രിസ്തു പൗലോസ് മുഖാന്തരം. ജാതികളുടെ അനുസരണത്തിനായിട്ട് ക്രിസ്തു പൗലോസ് മുഖാന്തരം പ്രവർത്തിച്ചത് എങ്ങനെയാണ്? വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും. ക്രിസ്തു പൗലോസ് മുഖാന്തരം വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ജാതികളുടെ അനുസരണത്തിനായിട്ട്. യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? പൗലോസ്. യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് പൗലോസ് പൂരിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ സുവിശേഷം. മറ്റൊരുവൻ്റെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടതിന് പൗലോസ് എവിടെയാണ് സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നത്? യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടില്ലാത്ത ഇടത്ത്. പൗലോസ് സുവിശേഷം അറിയിക്കുന്നതിൽ അഭിമാനിക്കുന്നത് ഏതിനാലാണ്? ക്രിസ്തുവിനെ അറിയാത്തവരുടെയും ഗ്രഹിക്കാത്തവരുടെയും ഇടയിൽ സുവിശേഷം അറിയിക്കുന്നതിൽ. റോമയിൽ വരാൻ പലപ്പോഴും മുടക്കം നേരിട്ടതിൽ പൗലോസ് പറയുന്ന കാരണം എന്താണ്? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തതും ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ഇടങ്ങളിൽ സുവിശേഷ ഘോഷണത്തിൽ ആയിരുന്നതുകൊണ്ട്. എവിടേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് റോമയിലെ ജനങ്ങളെ കാണാനും സന്തോഷിക്കാനും അവരാൽ യാത്ര അയക്കപ്പെടാനും പൗലോസ് ആശിക്കുന്നത്? സ്പാന്യയിലേക്ക്. പൗലോസ് യെരുശലേമിലേക്ക് യാത്രയാകുന്നത് ആർക്ക് ശുശ്രൂഷ ചെയ്യാനാണ്? വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ധർമ്മോപകാരം ചെയ്യാൻ ഇഷ്ടം തോന്നിയത് ആർക്കാണ്? മക്കെദോന്യയിലും അഖായയിലും ഉള്ളവർക്ക്. മക്കെദോന്യയിലും അഖായയിലും ഉള്ളവർക്ക് ആർക്ക് ധർമ്മോപകാരം ചെയ്യുവാനാണ് ഇഷ്ടം തോന്നിയത്? യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക്. മക്കെദോന്യയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നിയതും കടം ആകുന്നതും എന്താണ്? യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ധർമ്മോപകാരം ചെയ്യുന്നത്.
പൗലോസ് റോമയിലെ വിശുദ്ധന്മാരുടെ അടുക്കൽ വരുമ്പോൾ ആരുടെ അനുഗ്രഹപൂർത്തിയോടെയാണ് വരുന്നത്? ക്രിസ്തുവിൻ്റെ. ആരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ പോരാടേണം എന്നാണ് പൗലോസ് റോമയിലെ വിശുദ്ധന്മാരോട് പറയുന്നത്? യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന്. യെരുശലേമിലേക്ക് പൗലോസ് കൊണ്ടുപോകുന്ന സഹായം ആർക്ക് പ്രസാദമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? വിശുദ്ധന്മാർക്ക്. ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ റോമയിലെ വിശുദ്ധന്മാരുടെ അടുക്കൽ വന്ന് മനം തണുക്കേണ്ടതിനായി പൗലോസിന് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് അവരോട് പറയുന്നത്? ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ പൗലോസിനോട് കൂടെ പോരാടേണം എന്ന്. ആരെ ഓർപ്പിച്ചാണ് പൗലോസ് റോമയിലെ വിശുദ്ധന്മാരെ പ്രബോധിപ്പിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച്.